തുമ്പി എവിടെ പോവാ? പെരുന്നാൾ ഡ്രസ് എടുക്കാൻ പോവാണോ? പെരുന്നാൾ കോടിയാണോ എടുക്കുന്നേ? അപ്പം ഞങ്ങളും പെരുന്നാൾ കോടി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാനും മക്കളും വീട്ടിൽ നിന്ന് ഉമ്മായും ചേട്ടത്തിയുടെ മക്കളും എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടാട്ടോ പോകുന്നത്. എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ തലയിപ്പല്ലെന്ന് നോക്കട്ടെ. ഇപ്പം നീ എന്തൊരു ഡ്രസ്സ് എടുക്കാനാ പോന്നെ? പറ, നീ ഏത് ഡ്രസ്സ് എടുക്കാൻ പോന്ന പറ. ഇവനെ ഇപ്പോഴത്തെ മോഡലുണ്ടല്ലോ പാവാട ബാഗി, അതാന്നോടാ? നിനക്കേതാ? പാരഷൂട്ട്. നീ പറക്കുന്നിട്ട് അല്ല, അതിനകത്ത് പോത്തും ഉണ്ട് പശുവും ഉണ്ട്. ഇത് പെരുന്നാളിന് ഇറക്കാൻ വെച്ചേക്കുന്ന പോത്താ. ഇത് പോത്താടാ, ഇത് പോത്താണ്. ഇത് പശു. പശു പെണ്ണാടാ. അത് പശു പെണ്ണാടാ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞ് 2-3 ദിവസമായി ഇപ്പോഴാണ് ഇവള് വീഡിയോ ഇടുന്നതെന്ന്. കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിന് പോയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് വേണ്ടി ദുബായിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക പോയിട്ട് 1.5 മാസമേ ആയുള്ളൂ. ഏകദേശം ഇക്കാടെ ആ ഒരു ഭാഗത്ത് തന്നെ ഞങ്ങൾ രണ്ടും ഒരിടത്തല്ല കേട്ടോ വർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഈ പ്രാവശ്യവും എന്നത്തെയും പോലെ തന്നെ ഉമ്മാടെ പറ്റായിരുന്നു മക്കൾക്കുള്ള ഡ്രസ്സ് എടുപ്പ്. അപ്പം ഞാനും മക്കളും ചേട്ടത്തിയും മക്കളും ഉമ്മായും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് കൊല്ലം പുതിയതായിട്ട് തുടങ്ങിയ RK മാളിലോട്ടാണ്. RK മാളല്ല, RK വെഡ്ഡിങ് സെൻറ്ററിലോട്ടാണ്. എനിക്കാണെങ്കിൽ പോകുന്നതിൻ്റെ തലേന്ന് എല്ലാം പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പം വിചാരിച്ച് എനിക്ക് ഈ പ്രാവശ്യം പെരുന്നാളിന് ഒന്നും എടുക്കുന്നില്ലാന്ന്. അങ്ങനെ ചെന്ന പാടെ തുമ്പിക്ക് കുറേ കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇടുമ്പോൾ കൊറിയൻ കണക്കിരിക്കണം, കൊറിയൻ സ്റ്റൈൽ വേണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാനാണെങ്കിൽ ആദ്യം ആൺപിള്ളേർക്കുള്ള ഡ്രസ്സൊക്കെ അങ്ങ് എടുത്ത് മാറ്റി. അതിന് ശേഷം കേട്ടോ തുമ്പിക്ക് എടുത്തത്. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്താണെങ്കിൽ ഒരുത്ത ചോദിച്ചു, യൂട്യൂബ് ചെയ്യുന്നതല്ലേ ഞാൻ കാണാറുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പം ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ 1-2 ആൾക്കാരൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതാണേ വിച്ചുവിൻ്റെ അടുത്ത ഡ്രസ്സ്. പിന്നെ ഞാൻ അടിയിടുന്നൊരു ബനിയൻ പുറത്തുനിന്നാണ് മേടിച്ചത്, അവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ തുമ്പിയുടെ അഭ്യാസ പ്രകടനമൊക്കെ കണ്ടല്ലോ, ഇതേ കണക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങ് മുകളിലോട്ട് പോയപ്പം ഈ ആരി വർക്കൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ നേരിട്ട് കാണുന്നത് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മൾ പറയുന്ന ഡിസൈൻ നമുക്ക് അവിടെ ചെയ്തു തരും. പിന്നെന്താ, ഡ്രസ്സ് ഒന്ന് എടുക്കാനാണെന്നെങ്കിലും ഞങ്ങൾ അവിടെ എല്ലാം അരിച്ച് പറക്കി കണ്ടിട്ടാണ് കേട്ടോ വന്നത്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി സെലക്ഷനാണ്, സൂപ്പർ ഡിസൈനായിരുന്നു. പിന്നെ നോമ്പിൻ്റെ സമയമായിട്ട് നമ്മൾ നോമ്പ് കുറിക്കുന്ന സമയമായപ്പോഴത്തേക്ക് അവിടെ തന്നെ ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കഞ്ഞിയും കലക്ക് വെള്ളവും പിന്നെ അതുപോലെ ഈത്തപ്പഴം, ഫ്രൂട്ട്സ്, അങ്ങനെ ചെറിയ സമൂസയും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സമൂസയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ നമ്മൾ ഇവിടെ നോമ്പൊക്കെ മുറിച്ച് നേരെ വീട്ടിലോട്ട് പോവുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ.